പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി നീങ്ങുന്നതിനിടയിൽ ഇന്ത്യക്ക് വലിയ മുന്നറിയിപ്പും ഭീഷണികളുമായിട്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അഫ്ഗാനിസ്ഥാന് പിന്നിൽ ഇന്ത്യയാണ്. അഫ്ഗാനിസ്ഥാനെ മുന്നിൽ നിർത്തി, താലിബാനെ മുന്നിൽ നിർത്തി ഇന്ത്യ കളിക്കുകയാണ്. 2020 നാറ്റോ സഖ്യം അഫ്ഗാനിസ്ഥാൻ വിട്ടു. പക്ഷെ പിന്നീട് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ കോളനിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ലോകത്തെമ്പാടുമുള്ള ഭീകരരെ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യിച്ച് മറ്റുള്ളിടങ്ങളിലേക്ക് ഭീകരത കയറ്റിയൊക്കെയാണ് ഈ രാജ്യങ്ങൾ ചെയ്യുന്നത്. അതായത് താലിബാനെ കൊണ്ട് പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം ചെയ്യിക്കുന്നു, ഇന്ത്യയുടെ പ്രോക്സിയാണ്, ഇന്ത്യ നേരിട്ട് ചെയ്യുന്നതിന് പകരം അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് എന്ന് തുടങ്ങിയ ഗുരുതരമായ ചില ആരോപണങ്ങളുമായിട്ടാണ് ഈ ഖാജ ആസിഫ് എത്തുന്നത്. ഇത് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി രണ്ടും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലും അതിന്റെ അലയൊലികൾ ഉണ്ടാകും, പ്രതിഷേധങ്ങൾ ഉണ്ടാകും. പക്ഷെ ഇന്ത്യക്ക് നേരെ ആകുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യ ഒരു കാഫിറുടെ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഇത് തിരിച്ചുവിടുക എന്നുള്ളത് പാകിസ്ഥാൻ എക്കാലവും സ്വീകരിച്ചിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഒടുവിൽ ഈ അടി അവസാനിക്കുന്നത് ഇന്ത്യൻ അതിർത്തികളിലായിരിക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടി വരും. കഴിഞ്ഞ ദിവസം കരസേന മേധാവി പറഞ്ഞതും അത്തരത്തിലൊരു സൂചനയാണ്. തങ്ങൾ സർവ്വസജ്ജമാണ്, പൂർണ്ണ സജ്ജമാണ് അടിക്കാൻ എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പും കൂടെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയുടെ അടക്കമുള്ള അറബ് രാജ്യങ്ങളുടെ സഹായം കൂടി ഇപ്പോൾ നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാനായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ശ്രമം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരുന്നു എന്നുള്ളതിന്റെ അർത്ഥം അത് ഈ ഒരു പ്രതിഷേധം, പാകിസ്ഥാനിൽ അടക്കം നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുക എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.